ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മസാല ഓംലെറ്റാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു ആപ്പിളാണ് കഴിച്ചത്. ഈ ആപ്പിൾ നമ്മുടെ നാട്ടിൽ കിടന്ന ഗാല വെറൈറ്റിയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ച് ശീലിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് ഈ ഒരു കാറ്റഗറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറും ടൊമാറ്റോ ഉള്ളി കറിയും പിന്നെ ക്യാരറ്റ് മെഴുക്കുവരട്ടിയും പിന്നെ ഇത് അമ്മ തന്നയച്ച ചൂരമീൻ്റെ അച്ചാറാണേ. അതും ഈ പപ്പടം ഉണ്ടല്ലോ, ഇത് ഞാൻ മൈക്രോവേവിൽ ചെയ്തതാണ് കേട്ടോ. അപ്പം നമുക്ക് 1-2 പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്താൽ എളുപ്പമാണ്, പിന്നെ എണ്ണയും വേണ്ട, ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതാണ് കഴിച്ചത്, ചീരിയൂസ് ആണേ. ചീരിയൂസ് കുറച്ച് പാലും കുറച്ച് വെള്ളവും ഇച്ചിരി പഞ്ചസാരയും വെച്ച് കഴിച്ചു. നമ്മൾ ഈ കോൺഫ്ലെക്സ് കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നാട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്കിവിടെ പഴംപൊരി കിട്ടും, ബജ്ജി കിട്ടും, വട കിട്ടും, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് പോട്ടെ. പിന്നെ ഞാൻ കടലക്കറിയാണ് ഡിന്നറിന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് വെച്ചിട്ട് കടലക്കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പം കടലയും പുട്ടുമാണ് കഴിച്ചത്. ഈ പുട്ട് റാഗിയും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടെ അങ്ങനെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള പുട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം. ഓക്കെ, ബൈ ബൈ.